ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പി. അനുകൂല രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ പറയുന്നത് നിലമ്പൂരിൽ വിജയിക്കുന്ന നേതാവിൻ്റെ പേര് സ്വരാജ് എന്നാണ്. അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ബി.ജെ.പി. നേതാവ് അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, പക്ഷെ അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് സ്വരാജിലാണ്. ഈ വെറുതെ പോയി പേരുദോഷം ഉണ്ടാക്കുകയാണ് കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ ആദ്യം പറഞ്ഞു മത്സരിക്കണ്ട എന്ന് പറഞ്ഞു, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വമാണ് അതിനകത്ത് ഇടപെട്ടത്. അത് ബി.ജെ.പി. തന്നെ മത്സരിക്കും, അതൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ ആ മണ്ഡലം ഇളക്കി മറിച്ചുകൊണ്ട് അവിടെ വരികയും ചെയ്തു. അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതെന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ തവണ 8546 വോട്ട് എന്തോ ആയിരുന്നു. അതിനകത്ത് എന്തായാലും വർധനവുണ്ടാകും, ഉറപ്പാണ്. അതിനിടയ്ക്ക് ഇത്തരത്തിൽ സ്വരാജ് ജയിക്കും എന്നൊക്കെ ഒരു ബി.ജെ.പി. അനുകൂല നിരീക്ഷകൻ പറയുന്നു. അതിനോടൊപ്പം നിലമ്പൂരിൽ ബി.ജെ.പി. ഓവർ ടൈം പണിയെടുക്കില്ല, പിന്നെ പുറമേ നിന്ന് അധികം നേതാക്കൾ എത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ അത് പലതും ആൾക്കാർ ഈ പിന്നെ അപ്പോൾ അവിടുത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്താ നേർച്ചക്കോഴിയാണ്? അത് മറ്റുള്ളവർക്ക് പറയാനിടയുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തായാലും ബി.ജെ.പി. അവിടെ ജയിക്കത്തില്ല. നമുക്കറിയാം സ്വരാജാണോ ജയിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് വേണമെങ്കിൽ പലരും പറയും സ്വരാജ് ജയിക്കും, കാരണം കോൺഗ്രസ്സുകാർ അടിയുണ്ടാക്കുന്നു, അൻവർ മാറി നിൽക്കുന്നു, അപ്പോൾ സ്വരാജിന് ജയിക്കും എന്നുള്ളത്. ഇത് ഇവർക്ക് മിണ്ടാതിരുന്നാൽ മതിയല്ലോ. ഇതിനകത്തൊക്കെ കയറിപ്പോയി തലയിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ബി.ജെ.പി. CPM അന്തർധാര എന്നും പറഞ്ഞ് കുറേ നാളായിട്ട് നടക്കുക. അങ്ങനെ ഒരു പിന്നാമ്പുറ വർത്തമാനത്തിൽ അതിനൊന്നുകൂടെ ബലം ഉണ്ടാക്കി കൊടുക്കുന്ന എന്തിനാണ്? ഇപ്പോൾ പ്രകാശ് ജാവദേക്കറും ആരുമായിട്ട് EP ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച, പിന്നീട് തൃശ്ശൂർ പൂരം കലക്കൽ, അതിലൂടെയാണ് ബി.ജെ.പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പങ്ക്. ഇതൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും കൂട്ടി വായിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോഴും ED അന്വേഷണം ഇങ്ങനെ മാത്രം നിൽക്കുന്നത്? പിണറായിയുടെ കുടുംബവും ഒക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഈ ബന്ധം കൊണ്ടല്ലേ എന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങും. ആൾക്കാരൊന്നും മോശക്കാരൊന്നും അല്ലല്ലോ, അവർക്കിപ്പോൾ എല്ലാം അറിയാം. ED അറിയാം, NIA അറിയാം, എല്ലാം അറിയാവുന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കാണുകയും വായിക്കുകയും ചെയ്തിട്ട് അവർക്ക് തന്നെ ഏതൊരു സാധാരണക്കാരനും വിശകലനം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം ബി.ജെ.പി. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ 26-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ബി.ജെ.പി. ഒരുക്കം നടത്തുന്നു, ഈ ക്രൈസ്തവ സഭയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു ക്രൈസ്തവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതെന്തുകൊണ്ട് 10 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് അത് വാങ്ങാൻ വേണ്ടി തന്നെയാണ് നിർത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന അതൊരു വെറും അപക്വമായിട്ടുള്ള ഒരു രീതിയാണ്. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അതായത് പണ്ട് ബി.ജെ.പിക്ക് ഈ വോട്ട് കച്ചവടം നടത്തിയവരെന്നൊരു പേരുണ്ടായിരുന്നു പണ്ട്, വളരെ പണ്ട്. ഇല്ല, ആ കാലത്തല്ല UDF-ഉമായാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കാലം മാറിയപ്പോൾ CPM എന്നാണ് പറയുന്നത്. പണ്ട് കോലിബി സഖ്യം ഉണ്ടായതല്ലേ, ബേപ്പൂരിലായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പേരുദോഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി വരികയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വിഭാഗീയത അങ്ങേയറ്റം അങ്ങ് കയറി. ഈ വിഭാഗീയത ഉള്ളത് കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അതെല്ലാം കാരണം മറ്റൊരു പക്ഷത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വിഭാഗീയത പൂർവാധികം ശക്തിയോടുകൂടി തന്നെ പോകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം രാജീവിനെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പം എല്ലാവർക്കും ഒരുവിധപ്പെട്ടവരെല്ലാം പത്തി മുടക്കി നിന്നു. ഉടനെയാണ് ഇത്തരത്തിലുള്ള വർത്തമാനം. ഇത് ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബി.ജെ.പിക്കാരെ ഒന്നുകിൽ വോട്ട് ചെയ്യാതിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് പോകും? ഇവർക്ക് സ്വരാജിന് വോട്ട് ചെയ്യേണ്ടി വരും. പിന്നെ എന്തിനാ നമ്മളൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വോട്ട് കൊടുത്താൽ വിജയിക്കത്തില്ല, പിന്നെന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും.
പ്രത്യേകിച്ച് അവിടുത്തെ പിന്നെ അല്ല, അത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവർക്ക് നിഷ്പക്ഷമായി നിൽക്കാമല്ലോ. ആരാണ് വിജയിക്കുമെന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷെ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അവിടെ സ്വരാജ്, CPM-ന്റെ സ്വരാജ് തന്നെ അവിടെ ജയിക്കും. അതെ, അതാണ് ഏറ്റവും വലിയ ദോഷം. ഈ സ്വരാജിനെതിരെയാണ് BJP ഏറെ അടിച്ചിട്ടുള്ളത്. കാരണം ശബരിമല വിവാദ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലൊക്കെ BJP-യാണ് നിരന്തരം ഇക്കാര്യം ആ പ്രസംഗം വെച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുക്കുകയും അതിപ്പോഴും പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ BJP-ക്ക് പങ്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വർത്തമാനം കൂടെ ആകുമ്പോൾ അത് പിന്നെ ഇവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും. കാരണമെന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ, അതിനകത്ത് വിജയസാധ്യതയില്ല. നിലമ്പൂരിൽ എവിടെ വരെ പോകുമെന്ന് നമുക്കറിയാം. പക്ഷെ അതല്ല വേണ്ടത്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്നതിന് മത്സരിക്കാനിറങ്ങുക. മത്സരിക്കാനിറങ്ങുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അവിടെ ശ്രമിച്ചു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു. ഒരു സ്വതന്ത്രനോട് അവിടെ ചെന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്, എത്രത്തോളം നിങ്ങൾ വോട്ട്? അത് ഞാൻ പിന്നെ വിജയത്തോട് അടുക്കുകയാണ്, എനിക്ക് വിജയം ഉറപ്പായി, ഇനി ഭൂരിപക്ഷം എത്ര കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് സ്വതന്ത്രനാണെ പോലും പറയും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിനോട് ഇവിടെ വാശിയേറിയ മത്സരം നടക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കുകയാണ്, അതാണ് കറക്റ്റ്. നിരന്തര പ്രവൃത്തിയിലൂടെയാണ് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അന്ന് പന്നിയൻ രവീന്ദ്രന്റെ പിന്നാലെയുള്ള CPM-കാരും CPI-കാരും ഒക്കെ പറഞ്ഞെന്താണ്, ഇത്തവണ ഞങ്ങൾക്കുള്ളതാണ്, ഈ മണ്ഡലം ഞങ്ങളുടേതാണ്, പിന്നെ പരമ്പരാഗതമായി ഞങ്ങളുടെ കയ്യിലാണ് നിൽക്കുന്നതെന്ന്. 3-ാം സ്ഥാനത്ത് പോയിട്ട് കാലങ്ങളേറെയായി. അപ്പോഴും അവരങ്ങനെയല്ലേ പറയത്തുള്ളൂ. പക്ഷേ അത് അത് LDF-ൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ സ്വരാജ് ജയിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഈ ഓവർ ടൈം പണിയെടുക്കില്ല എന്ന് പറയുന്നത്. അതല്ല, അവിടെ പണിയെടുക്കുക, സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ജയിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കേണ്ടത്. കാരണം ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടേക്ക് മാത്രമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. ഇതൊരു പിന്നെ പൊതു തെരഞ്ഞെടുപ്പായിട്ട് വന്നിരിക്കുന്നതല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, ഒരു മണ്ഡലത്തിൽ മാത്രമുള്ളത്. അപ്പം മുഴുവൻ പേരും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇതിനകത്ത് വരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ആലോചിക്കും. CPM-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ടുണ്ടാകുമോ? ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇനി ഏറെ പഞ്ചായത്ത് ഇവരുടെ കൈവശം കിട്ടും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണല്ലോ, വിജയത്തോട് അടുത്ത് നിൽക്കുന്നു. പിന്നെ അതുപോലെ തൃശ്ശൂരിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനം ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ BJP-യുടെ കേരളത്തിലെ വളർച്ച എങ്ങനെയാണ് എടുക്കുന്നത്, എല്ലായിടത്തും നമ്മൾ നോക്കും. കഴിഞ്ഞ 2014 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം വോട്ട് വിഹിതം BJP വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു കണക്കുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണല്ലോ ഇപ്പോഴും എല്ലാവരും പറയുന്നത് ഈ 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ, 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനം, പിന്നെ ഒരു 10 എണ്ണത്തിൽ 3-ാം സ്ഥാനത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവന ഇവർക്ക് തന്നെ ദോഷമായിട്ട് ഉള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.